ഹലോ ഗൈഡ്സ്, വന്നുടനെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വൻ അടിയാണ് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ ഈ എപ്പിസോഡിൽ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അപ്പാനി ശരത്താണ് ക്യാപ്റ്റൻസി ടാസ്ക് വായിക്കുന്നത്. പക്ഷേ ആർക്കും എന്താണ് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നോ സ്പ്രേ കിട്ടിയ ആളാണ് ക്യാപ്റ്റൻ എന്നായിരുന്നു അതിൻ്റെ കളി. പക്ഷേ ആർക്കും മനസ്സിലായില്ല. ബിഗ് ബോസ് പിന്നെ ചോദിക്കുകയുണ്ടായി ഈ സ്നോ സ്പ്രേ കിട്ടാത്ത ആരൊക്കെയാണെന്ന്. 2-3 പേർ എണിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, സ്നോ സ്പ്രേ ഏറ്റവും കൂടുതൽ ആർക്കാണോ കിട്ടിയത് അവരായിരിക്കും ഈ വീട്ടിൻ്റെ ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻ. എല്ലാവരും കൂടി അനീഷിനാണ് സ്നോ സ്പ്രേ കൂടുതൽ കൊടുത്തത്. അങ്ങനെ അനീഷ് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റനായി മാറി. അങ്ങനെ അനീഷിന് അഹങ്കാരം കൂടുകയും അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അതിനിടയ്ക്ക് ഷാനവാസിന് തലവേദനയെന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ അനീഷ് ഷാനവാസിൻ്റെ കാര്യം കേൾക്കാതെ രേണു സുധുവിന് തലവേദനയെന്ന് പറഞ്ഞു. രേണു സുധുവിൻ്റെ കാര്യം മാത്രം ബിഗ് ബോസിനോട് പറഞ്ഞു, മെഡിക്കൽ എമർജൻസി രേണു സുധുവിന് വേണം. അപ്പോൾ ഷാനവാസ് ചോദിക്കുകയുണ്ടായി, എനിക്ക് തലവേദന ഉണ്ടായിട്ട് എൻ്റെ കാര്യം പറയാതെ രേണു സുധുവിൻ്റെ കാര്യം മാത്രം എന്താണ് പറയുന്നത്? ആ പ്രശ്നമാണ് അനീഷും അഭിലാഷും തമ്മിൽ അടിയുണ്ടാകാനുള്ള കാരണം. അതിനിടയ്ക്ക് എലിമിനേഷൻ വന്നു. എലിമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് സത്യ സന്തോഷിനാണ്. 8 വോട്ടുകളാണ് സത്യ സന്തോഷിന് കിട്ടിയിരിക്കുന്നത്. അനിമോള്, അക്ബർ, ഓണയിൽ, രഹ്ന ഫാത്തിമ, മുൻഷി രഞ്ജിത്ത്, ഗിസേൽ, അങ്ങനെ 2-3 പേർക്കൊക്കെ എലിമിനേഷൻ പ്രക്രിയയിൽ വന്നിട്ടുണ്ട്. വസ്ത്രധാരണയുടെ പേരിലാണ് ഗിസേലിനെ എല്ലാവരും എലിമിനേഷൻ പ്രക്രിയയിൽ കൊണ്ടുവന്നിരിക്കുന്നത്.